പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ബഹുമാന്യനായ എറിക് സ്റ്റീഫൻ. അദ്ദേഹം ഈ 27, 28, 29 തീയതികളിൽ പൊഴിയൂർ, കേരളത്തിൻ്റെ തെക്കേയറ്റം പൊഴിയൂരിൽ നിന്ന് നമ്മുടെ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് തിളങ്ങി നിന്ന കവി കുമാരനാശാന്റെ കായിക്കര സമാപിക്കുന്ന ഒരു വലിയ പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകുകയാണ്. എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് ശ്രീമതി ജോളി പത്രോസ്, ഈ സംഘാടക സമിതിയുടെ നേതൃരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വലതുവശത്തിരിക്കുന്നത് നെൽസൺ ഐസക്. അദ്ദേഹം ഏകത എന്ന് പറയുന്ന എല്ലാവരെയും സംയോജിപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ ശ്രീമാൻ രാജു തോമസ്, അദ്ദേഹവും ഈ സംഘാടക സമിതിയുടെ അംഗമാണ്. അതോടൊപ്പം തന്നെ ശ്രീമാൻ മുത്തപ്പൻ, അദ്ദേഹവും ഈ വലിയ പ്രചരണ ജാഥയുടെ ക്യാപ്റ്റന്മാരിലൊരാളാണ്. ഈ 27-ാം തീയതി രാവിലെ 8 മണിക്ക് കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് പൊഴിയൂരിൽ അതിൻ്റെ അതിർത്തിയിൽ നിന്ന് ഒരു വലിയ പ്രചരണ ജാഥ ആരംഭിക്കുകയാണ്. കടലിലെ മണൽ ഖനനത്തിനെതിരെയും അതോടൊപ്പം തന്നെ മദ്യം, ലഹരി പോലുള്ള കൊടും തിന്മകൾക്കെതിരെയുള്ള വലിയൊരു പോരാട്ടം ആരംഭിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ധാരാളം പ്രസ്ഥാനങ്ങൾ, കേരള സംസ്ഥാനം, നമ്മുടെ രാജ്യം ഒക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം. പക്ഷെ ഇത് വെറും ആശയതലത്തിൽ നിന്നാൽ പോരാ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നിങ്ങൾ. 1990-കളിൽ ചാരായം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ ഇടപെടലുകൾ നടത്തി. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ചാരായം സർക്കാരിനെ കൊണ്ട് നിരോധിക്കാൻ, മദ്യത്തിൻ്റെയും ലഹരിയുടെയും ഒക്കെ നീരാളി പിടുത്തത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മോചിപ്പിക്കുവാനായിട്ട് ഇടപെടലുകൾ നടത്തിയ പ്രസ്ഥാനങ്ങളുടെ പിൻതുടർക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഈ പ്രചരണ ജാഥ ആരംഭിക്കുമ്പോൾ തെക്കേ അറ്റത്ത് നിന്ന് രാവിലെ 8:30 മണിക്ക് ആരംഭിക്കുമ്പോൾ വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ രംഗത്ത്, ആത്മീയ രംഗത്തൊക്കെ നിൽക്കുന്ന ആചാര്യന്മാര് ഇതിൽ കണിചേരുകയാണ്. നമ്മൾ ഈ നോട്ടീസിൽ കാണുന്നത് പോലെ ബഹുമാന്യനായ ഓക്സിലിയറി ബിഷപ്പ്, തിരുവനന്തപുരത്തിന്റെ ഓക്സിലിയറി ബിഷപ്പ് ക്രിസ്തുദാസ്, ബഹുമാന്യനായ പാളയം ഇമാം സുഹൈബ് മൗലവി, അതുപോലെ തന്നെ സ്വാമിജി ഒക്കെ ഉൾപ്പെടുന്ന ഒരു പേട്രൻസ്, രക്ഷാധികാരികളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, സന്നദ്ധ രംഗത്ത് നിൽക്കുന്ന വിവിധ വ്യക്തികൾ പങ്കാളികളാകുക. ഇത് ജനമധ്യത്താണ് ഈ പരിപാടി ചെയ്യുന്നത്. പൊഴിയൂരിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ചാരായം വലിയ പേടി സ്വപ്നവുമായിട്ട് നിൽക്കുമ്പോഴും, പക്ഷേ അഭിമന്യ സുസുഭാഗ്യം തിരുമേനിയെ പോലുള്ള ധീരരായ ആളുകൾ ഇടപെടലുകൾ നടത്തുന്നതിന്റെ ഭാഗമായി ആ പ്രദേശത്തേക്ക് മോചിപ്പിക്കാനായിട്ട് സാധിക്കും. ഇന്ന് കരുത്തനായ എറിക് സ്റ്റീഫൻ, ഒരു യുവ നിരയിൽ നിന്നുള്ള നേതാവാണ് എറിക് സ്റ്റീഫൻ. എൻ്റെ വശങ്ങളിൽ ഇരിക്കുന്നതെല്ലാം യുവാക്കളാണ്, യൗവനം നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ്. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മുടെ സംസ്ഥാനം വലിയ ആശങ്കയിലാണ്, വലിയ വേദനയിലാണ്. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ കലാലയങ്ങൾ, ഇവിടെയൊക്കെ
ഈ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ നീരാളിപ്പിടുത്തം വെറും ലഹരി മാത്രം മയക്കുമരുന്നായിട്ട് മാത്രം റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. മദ്യത്തിൻ്റെ വ്യാപനം വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരി സൃഷ്ടിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾ നമ്മുടെ കേരള സമൂഹം മയക്കത്തിലായി കഴിഞ്ഞു, ആലസ്യത്തിലായി കഴിഞ്ഞു. അതുപോലെ തന്നെ മണൽ ഖനനം സൃഷ്ടിക്കാൻ പോകുന്ന ആഘാതങ്ങൾ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് നിന്ന് കേരള സർക്കാരിനോടും അതോടൊപ്പം തന്നെ നിയമസഭയോടും ആവശ്യപ്പെട്ടു, നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് തമിഴ്നാട് മാതൃകയിൽ നിയമസഭ പ്രമേയം പാസ്സാക്കണം. എല്ലാവരും ഒരുമിച്ച് വന്നപ്പോൾ നിയമസഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു, കേരളത്തില് മണൽ ഖനനം നിർത്തലാക്കണം. ഈ മണൽ ഖനനം നിർത്തലാക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ഒരു മത്സ്യത്തൊഴിലാളി സമൂഹം മാത്രമല്ല. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ നിലനിൽപ്പ്, മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം, മത്സ്യസമ്പത്തിൻ്റെ നാശം, കടൽ പരിസ്ഥിതിയുടെ നാശം, ഇതൊക്കെ ഈ പ്രകൃതിയുടെ നാശത്തിലേക്ക്, പ്രകൃതി ദുരന്തങ്ങളിലേക്ക് എത്തിക്കും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ വലിയ പ്രചരണ ജാഥ ആരംഭിക്കുന്നത്. മാധ്യമ സുഹൃത്തുക്കൾ വേണ്ടത്ര പ്രചരണം നൽകണം. എനിക്കറിയാം മാധ്യമ സുഹൃത്തുക്കളൊക്കെ തന്നെ ഈ പൂച്ചയ്ക്ക് 6 മണി കിട്ടും. അത് കടൽ മണൽ ഖനനമായാലും ലഹരിയായാലും ഈ പൂച്ചയ്ക്ക് 6 മണി കിട്ടും. പൊതുസമൂഹവും അമ്മമാര്, കുടുംബസ്ഥന്മാര്, കലാലയങ്ങളിൽ അധ്യാപകര്, സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളുകളൊക്കെ പ്രതീക്ഷിക്കുകയാണ് ഈ രംഗത്ത് വലിയ ഇടപെടൽ നടത്തുന്നത്. ഏകതയുടെ നാമധേയത്തിൽ നടത്തപ്പെടുന്ന ഈ പ്രചരണ ജാഥ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും അലയടിച്ച് ഉയരുവാൻ നമ്മുടെ രാജ്യത്തുൾപ്പെടെ ഈ ലഹരിയെക്കുറിച്ചും മദ്യത്തെക്കുറിച്ചുമൊക്കെ ഉള്ള ഒരു പുനർവിചിന്തനം നമ്മുടെ നവതലമുറ ആലസ്യത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഭയാനകമായ രീതിയിൽ ഈ മദ്യത്തിൻ്റെയും ലഹരി പദാർത്ഥങ്ങളുടെയും ഒക്കെ അടിമകളായി മാറി കുടുംബത്തിൽ മാതാപിതാക്കൾക്കും കലാലയങ്ങളിൽ അധ്യാപകർക്കും പൊതുസമൂഹത്തിൽ മുതിർന്ന തലമുറയ്ക്കുമൊക്കെ ഇടപെടാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയിലേക്ക് വഴുതി പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലമാണ് ദൈനംദിനം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന പത്രമാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുന്ന അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, വഴിയോര അപകടങ്ങൾ ഒക്കെ ഈ രംഗത്ത് നടത്തപ്പെടുന്ന ഈ ഐതിഹാസികമായ ജാഥയെ പിന്തുണയ്ക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ നിങ്ങളുടെയൊക്കെ ഈ മാധ്യമ സംഗീതം ഉപയോഗിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്കും അതോടൊപ്പം കൂട്ടിച്ചേർക്കാനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ സന്നിഹിതമാണ്. നന്ദി. പദയാത്ര തീരദേശ മേഖല ഉദ്ദേശിച്ചുകൊണ്ടാണോ? ഞങ്ങള് തീരദേശത്ത് ഇന്നിപ്പോ തീരദേശം വലിയ പ്രശ്നത്തിലാണ്. ഒന്ന് മണൽ ഖനനം, 2 പൊതുസമൂഹത്തിലും ഈ ലഹരിയുടെ പ്രശ്നമുണ്ട്. പക്ഷേ ഇത് വിറ്റഴിക്കപ്പെടുകയും ആലസ്യത്തോടെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നത് പല ആളുകളും ഒക്കെ തീരദേശത്തെ ഇങ്ങനെ ഒരു മറയായി നിർത്തിക്കൊണ്ട് ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ തീരപ്രദേശത്ത് നിന്ന് ആരംഭിക്കുന്ന പക്ഷേ സംസ്ഥാന വ്യാപകമായിട്ട് വ്യാപിപ്പിച്ചെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പദയാത്ര തീരദേശം ബേസ് ചെയ്താൽ പോകുന്നത് അതാ സംസ്ഥാന തലത്തിലായിട്ടാണ്? തീരദേശം ബേസ് ചെയ്തിട്ട് നമ്മൾ ആദ്യത്തെ ഘട്ടം കായിക്കരയിൽ സമാപിക്കുകയാണ്. തുടങ്ങി സമാപനം ചെയ്യുന്നതെല്ലാം തീരദേശം വഴി തന്നെയാണ്. അതെ. അതേസമയം തന്നെ തീരദേശം കടന്നു വരുന്ന ഉൾനാടൻ ഉച്ചക്കട അതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷേ തീരമാണ് മുഖ്യമായി.